ലഹരി മാഫിയകളെ നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമെന്ന നിയമസഭയിൽ പ്രതിപക്ഷം. എക്സൈസ് വകുപ്പിന് മതിയായ ഉദ്യോഗസ്ഥരെ അനുവദിക്കാതെ ലഹരി മാഫിയയ്ക്ക് അഴിഞ്ഞാടാൻ സർക്കാർ ബോധപൂർവം സൗകര്യമൊരുക്കുകയാണെന്ന് നിയമസഭയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സർ, ഇതിന്റെ എല്ലാം പിന്നിൽ ലഹരിയാണ്. കേരളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് ആഴ്ന്നു പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് അടുത്ത തലമുറയാണ്. സാർ, ഇവർ ലഹരിയുടെ അടിമകളായി മാറുന്നു, ഇരകളായി മാറുന്നു. രാസലഹരിയിൽ മൂല്യബോധം നഷ്ടപ്പെടുന്ന ഇവർക്ക് ഏത് ക്രൂരതയ്ക്കും മടിയില്ല എന്ന നിലയിലേക്കാണ് സാർ കാര്യങ്ങൾ പോകുന്നത്. സാർ, നമ്മൾ എവിടെയാണ് സാർ ജീവിക്കുന്നത്? കേരളം ഒരു കൊളംബിയയായി മാറുകയാണോ? ഒരു കാലത്ത് പഞ്ചാബിനെ പറ്റിയായിരുന്നു ഡ്രഗ്സിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ തോതിൽ ആളുകൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. സാർ, ഇന്ന് കേരളം ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹം ഒന്നാകെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമായി ഇത് മാറുകയാണ്. സാർ, വിവിധ തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രഗ്സ് ഇന്ന് കുട്ടികളുടെ ജീവിതത്തെ തന്നെ പരിപൂർണമായി തകർക്കുകയാണ്. പുകഞ്ഞില്ലാതാകുന്ന യുവത്വമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ഇതെന്താണ് എന്ന് കണ്ടുപിടിക്കണ്ടേ? ഇതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? സാർ, ഇത് ലഹരിക്ക് അടിമയാകുന്ന ഇവർ ചെയ്യുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ, അക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. സാർ, ഇന്ന് മലയാള മനോരമ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നല്ല പാഠം എന്ന നിലയിൽ കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. പക്ഷെ ആ പ്രതിജ്ഞ കൊണ്ട് മാത്രം ഇതാകുന്നുണ്ടോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇന്ന് കേരള സമൂഹത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെ നേരിടാൻ വേണ്ടി കഴിയണം. അതിനൊന്നാമത്തെ ഉത്തരവാദിത്വം നിറവേറ്റുന്നത് ഗവൺമെന്റാണ്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അങ്ങ് 9 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഈ 9 വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ, we'll treat you well. ചാല ഈസ്റ്റ്, കണ്ണൂർ.